എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ കാണുന്ന ഫോട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായി വാച്ച് ചെയ്യുക. ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്യാതെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ നിങ്ങൾ കണ്ടാൽ നമുക്ക് ഇതുപോലൊരു ഫോട്ടോ നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഇതിന് ആദ്യം തന്നെ വേണ്ടത് ഏതെങ്കിലും ഒരു ക്യാമറയാണ്. ഏതെങ്കിലും ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് പോലെ എൻ്റെ DSLR ക്യാമറ ഉപയോഗിച്ച് ഈ ഫോട്ടോ നമുക്ക് പകർത്തി ഒപ്പിയെടുക്കാം. അതിന് നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് മെനക്കെട് മാത്രമാണ്. മെനക്കെടാൻ താല്പര്യമില്ലാത്തവർ ഇതിന് ചെയ്യാൻ മുതിരരുത്. കാരണം ഇതിന് ഒരുപാട് ക്ഷമ ആവശ്യമുണ്ട്. സോ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന എൻ്റെ DSLR ക്യാമറയുടെ പേരാണ് Nikon D5600. അതിൻ്റെ കൂടെ ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയ പ്രൈം ലെൻസ് ആണ്. 50mm 1.4 f സ്റ്റോപ്പ് ഉള്ള എൻ്റെ ഫേവറേറ്റ് പ്രൈം ലെൻസ്. ഈ ലെൻസ് ഉപയോഗിച്ച് നമുക്ക് വളരെയധികം ഷാർപ്പായിട്ടുള്ള പിക്ചേഴ്സ് എടുക്കാൻ കഴിയുന്നതാണ്. ഈ ലെൻസ് ഇട്ടത് കൊണ്ട് മാത്രം കാര്യമില്ല. എൻ്റെ ക്യാമറയിൽ മെമ്മറി കാർഡ് ഇല്ലെങ്കിൽ ഇത് സേവ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഞാനൊരു മെമ്മറി കാർഡ് എൻ്റെ ക്യാമറയിൽ കുത്തിക്കയറ്റിയിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ എടുത്തിരിക്കുകയാണ്. ഇതെന്തിനാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനുശേഷം ഞാൻ എൻ്റെ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്തു. അതിൻ്റെ ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി സെർച്ച് ചെയ്തു. സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിയിലെ എനിക്കിഷ്ടപ്പെട്ട ഒരു ഇമേജ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് എൻ്റെ ഡെസ്ക്ടോപ്പിലേക്ക് സേവ് ചെയ്തു. സേവ് ചെയ്തതിന് ശേഷം ഈ ഒരു പിക്ചർ ഓപ്പൺ ചെയ്ത് സ്ലൈഡ് ഷോ അല്ലെങ്കിൽ ഫുൾ സ്ക്രീൻ ആക്കി ഞാൻ വെച്ചു. അത് വെച്ചതിന് ശേഷം ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ എടുത്ത് ഈ ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിനെ ഓപ്പോസിറ്റ് വെച്ച് അതിൻ്റെ മുകളിൽ എൻ്റെ കാറിൻ്റെ പൊസിഷൻ സെറ്റ് ചെയ്യാൻ നോക്കുകയാണ്. ഇത് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഹൈറ്റും അതിൻ്റെ ഫ്രെയിമും അതിൻ്റെ കോമ്പോസിഷൻ എല്ലാം ആദ്യം തന്നെ സെറ്റ് ചെയ്ത് ക്യാമറയുടെ ഡിസ്റ്റൻസ് എല്ലാം നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടതാണ്. ഇത് ചെയ്യാൻ കുറച്ച് മെനക്കേടാണ്. അപ്പോൾ ഈ കാണുന്നത് പോലെ എൻ്റെ ഹൈറ്റ് ലെവൽ ചെയ്ത് മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ ഓഫ് ചെയ്ത് ഞാൻ എൻ്റെ സ്ക്രീനിന് നേരെ മുന്നിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് വച്ചിരിക്കുകയാണ്. സെറ്റ് ചെയ്തു വെച്ചതിന് ശേഷം ഞാൻ എൻ്റെ ക്യാമറ കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്തിരിക്കുകയാണ്. പൊസിഷൻ ചെയ്തതിന് ശേഷം എൻ്റെ റൂമിനുള്ളിലുള്ള ലൈറ്റ് ഞാൻ ടേൺ ഓൺ ചെയ്തിരിക്കുന്നു. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് ഇല്ലെങ്കിൽ എൻ്റെ ക്യാമറയ്ക്ക് കണ്ണ് കാണില്ല. സോ കണ്ണ് കാണുന്ന സമയത്ത് ഫോക്കസ് ചെയ്യാനേ എൻ്റെ ക്യാമറയ്ക്ക് കഴിയൂ. അപ്പോൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ ക്യാമറ സെറ്റ് ചെയ്ത് ആവശ്യത്തിനുള്ള ലൈറ്റ് റൂമിൽ വെച്ചതിന് ശേഷം ഞാൻ എൻ്റെ സെറ്റിങ്സ് വെച്ചിരിക്കുകയാണ്. ലോങ് എക്സ്പോഷർ ഷോട്ടാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. മാക്സിമം എഫ് സ്റ്റോപ്പ് നമ്പർ കൂട്ടി വെച്ച് 1.6 സെക്കൻഡ്സിലാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ഷോട്ട് ചെയ്യുന്നത്. അത് ISO ലെവൽ വളരെയധികം കുറച്ച് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ക്ലിക്ക് ചെയ്യുന്നത്. ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചെയ്ത വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ടൈമർ സെറ്റ് ചെയ്തിട്ടാണ് എൻ്റെ ക്യാമറയിൽ ക്ലിക്ക് ചെയ്യുന്നത്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന നേരത്ത് നമ്മുടെ കയ്യിലുണ്ടാകുന്ന വൈബ്രേഷനും ക്യാമറയിലുണ്ടാകുന്ന വൈബ്രേഷനും കാരണം നമുക്ക് കിട്ടുന്ന ഇമേജ് ബ്ലർഡ് ആവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. സോ ഞാൻ ആദ്യത്തെ ഫോട്ടോ എടുത്തു. പക്ഷേ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. കാരണം കാർ കാണുന്നില്ല. കാർ കാണാൻ വേണ്ടി ഞാൻ എൻ്റെ വേറൊരു മൊബൈൽ ഫോൺ എടുത്ത് ലൈറ്റ് ഓൺ ചെയ്ത് ഇതുപോലെ ടേബിളിൽ വെച്ചു. നേരിട്ട് കാറുമിലേക്ക് അടിച്ചാൽ ഹാർഷ് ലൈറ്റ് ഉണ്ടാവുന്നത് കാരണം ഒരുപാട് ബ്രൈറ്റ്നസ് കൂടും. കാറിൻ്റെ മുകളിൽ ടോർച്ച് അടിച്ച എഫക്റ്റ് കിട്ടും. എനിക്കതല്ല വേണ്ടത്. സോ അതുകൊണ്ട് നല്ല രീതിയിൽ ലൈറ്റ് ഡിഫ്യൂസ് ചെയ്ത് കാറ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് ഒരു മൂൺ ലൈറ്റ് ഷെയ്ഡ് കിട്ടാൻ വേണ്ടി ഞാൻ എൻ്റെ മൊബൈൽ ഫ്ലാഷ് ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഞാൻ വീണ്ടും എൻ്റെ ഫോട്ടോ എടുത്തിരിക്കുകയാണ്. എൻ്റെ കാറിൻ്റെ മുകളിലുള്ള ചുവന്ന കളറിലുള്ള ഒരു ചെറിയ ഉണ്ടയ്ക്ക് മേലിൽ എൻ്റെ ലേസർ ലൈറ്റ് അടിച്ചതിന് ശേഷം ക്യാമറ എടുത്തപ്പോൾ ആ ലൈറ്റ് കത്തിയിരിക്കുന്ന പോലൊരു ഫീലിംഗ് എനിക്ക് കിട്ടി. അതിനുശേഷം ഒരുപാട് ഷോട്ടുകൾ എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ മെമ്മറി കാർഡ് ക്യാമറയിൽ നിന്നും ഊരി തിരിച്ച് കമ്പ്യൂട്ടറിലേക്ക് കുത്തിക്കയറ്റിയതിന് ശേഷം ഞാൻ അതിലുള്ള എൻ്റെ പുതിയ ഫോട്ടോസ്, എക്സ്പെരിമെൻ്റൽ ഫോട്ടോസ് എല്ലാം ഡൗൺലോഡ് ചെയ്യുകയാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഞാൻ ലൈറ്റ് റൂം ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. വളരെ നല്ല ഒരു സോഫ്റ്റ്വെയർ ആണ് ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ. ഞാൻ എൻ്റെ ഫോട്ടോ അധികം എഡിറ്റ് ചെയ്ത് ടാമ്പർ ചെയ്യാറില്ല. ഐ ബിലീവ് ഇൻ വൺ ഷോട്ട് വൺ പിക്ചർ. അതിൽ ഞാൻ ചെയ്യുന്ന ആകെ കൂടി കോൺട്രാസ്റ്റും ബ്രൈറ്റ്നസ്സും കളർ കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും എന്ന് മാത്രം. കൂടുതൽ കുത്തിത്തിരിപ്പുണ്ടാക്കി
ഒരു ഫോട്ടോ നശിപ്പിക്കാൻ എനിക്കിഷ്ടമല്ല. നല്ല ഭംഗിയിൽ ക്യാമറയിലൂടെ എടുക്കുന്ന ഫോട്ടോസിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഭംഗി ഉണ്ടാകുന്നു. സോ അതുകൊണ്ട് ഞാൻ എൻ്റെ ഫോട്ടോസ് അധികം എഡിറ്റ് ചെയ്യില്ല. സോ ഇവിടെ നിങ്ങൾ കാണുന്നു എൻ്റെ റിസൾട്ടുകൾ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷേ നമുക്കിത് ഓരോന്നോരോന്നായി ഫുൾ സ്ക്രീനിൽ കാണാം. സോ ഞാനിവിടെ എൻ്റെ ഫോട്ടോസ് എല്ലാം ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ആദ്യത്തെ ഫോട്ടോ എടുത്തു നോക്കി. അയ്യേ, എന്താണിത്, ശരിയായില്ല. രണ്ടാമത്തെ ഫോട്ടോ എടുത്തു നോക്കി. അയ്യേ, ഇതെന്താണിത്, കാറ് ചെരിഞ്ഞു നിൽക്കുന്നു. മൂന്നാമത്തെ ഫോട്ടോ എടുത്തു നോക്കി. അയ്യേ, എന്താണിത്, കാറിന് ഒരുപാട് ബ്രൈറ്റ്നസ് കൂടിപ്പോയി. മറ്റൊരു ഫോട്ടോ എടുത്തു നോക്കിയപ്പോൾ അത് കറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഡീറ്റെയിൽഡ് ആയിട്ട് എഡിറ്റ് ചെയ്തപ്പോൾ എനിക്കത് അത്ര സുഖമായി തോന്നിയില്ല. കാരണം കാറിലുള്ള ടെക്സ്ചേഴ്സ് എല്ലാം വളരെ വ്യക്തിയായി കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് കുറച്ചും കൂടിയും ഡാർക്കുള്ള ഒരു ഫോട്ടോ ആണ് വേണ്ടത്. അതുകൊണ്ട് വീണ്ടും പരതി. അതിൻ്റെ ഇടയിൽ അൺറെസ്പോസ്ഡ് ആയിട്ടുള്ള ഈ രണ്ട് ഫോട്ടോ ഞാൻ ചവറ്റുകുട്ടയിൽ വലിച്ചെറിഞ്ഞതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ വേറൊരു ഫോട്ടോ ഫുൾ ഓഫ് ഡാർക്ക്നെസ്. ഓ മൈ ഗോഡ്. വീണ്ടും ചുമല ലൈറ്റ് നോക്കി, ലൈറ്റ് ഉണ്ട്. പക്ഷേ മറ്റൊരു ഫോട്ടോയിൽ നോക്കിയപ്പോൾ ചുമല ലൈറ്റ് ഇല്ല. അതിനുശേഷം വീണ്ടും ഒരു ഫോട്ടോ എടുത്തപ്പോൾ ഈ ഫോട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമായി. ഇതിനിടയിൽ കാറ് തിരിച്ചു വെച്ച് ഞാനൊരു ഫോട്ടോ എടുത്തിരുന്നു. അത് വെറും വൃത്തികേട് മാത്രമായിരുന്നു. അതിനുശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ ഞാൻ എടുത്തു. എനിക്ക് നല്ലത് എന്ന് എനിക്ക് തോന്നിയ ഒരു ഫോട്ടോ ആയിരുന്നു. പക്ഷേ എഡിറ്റ് ചെയ്യുന്ന നേരത്ത് അതത്ര നല്ലതല്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വീണ്ടും വേറൊരു ഫോട്ടോ സെർച്ച് ചെയ്യാൻ തുടങ്ങി. വീണ്ടും സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഈ ഒരു ഫോട്ടോ കിട്ടി. ഈ ഫോട്ടോ കൊള്ളാം, അടിപൊളി. ഒരുപാട് എഡിറ്റിംഗ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല. പക്ഷേ കാറിന് ബാക്ക് ലൈറ്റ് ഇല്ലായിരുന്നു. സോ എനിക്കൊരു ലൈറ്റ് കൊടുക്കണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ഒരു ലൈറ്റ് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റിൽ സെറ്റ് ചെയ്തു. അതുപോലെ വിൻസ്ക്രീനുള്ളിൽ ഒരുപാട് ലൈറ്റ് ക്രിയേറ്റ് ചെയ്ത് അതൊരു നാച്ചുറാലിറ്റി അല്ലെങ്കിൽ ഒറിജിനാലിറ്റി ഇല്ലാത്ത പോലെ ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്തത്, അവിടെ ഡാർക്ക് ആക്കി, അവിടെ ഷെയ്ഡ് കൂട്ടി, ഷാഡോസ് കൂട്ടി, കാണാൻ പറ്റാത്ത പോലെ ചെയ്തു. അങ്ങനെ പുലർച്ചെ 3 മണിക്ക് തുടങ്ങിയ പരിശ്രമത്തിനൊടുവിൽ രാവിലെ 5 മണിക്ക് എനിക്ക് എൻ്റെ ഫോട്ടോ കറക്റ്റായി കിട്ടി. ആ കിട്ടിയ ഫോട്ടോ എഡിറ്റ് ചെയ്തതിന് ശേഷം സാറ്റിസ്ഫൈഡ് ആണെന്ന് തോന്നിയപ്പോൾ ഞാൻ ആ ഫോട്ടോ എടുത്ത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലിട്ടു. ആരൊക്കെ ലൈക്ക് ചെയ്യണം നോക്കണ്ടേ? ആരും ലൈക്ക് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം എന്നെയൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. അതിനുശേഷം എൻ്റെ മനസ്സിൽ തോന്നിയ എന്തോ ഭ്രാന്ത് ഞാൻ എഴുതി പിടിപ്പിച്ചു. Is there a second priority if we lose the first? എന്താണെന്ന് എനിക്ക് പോലും മനസ്സിലായിട്ടില്ല. അതിൽ ഞാൻ എഴുതി, I love to ride, I love to travel, I love the nature. Lockdown can only hold my body back inside the four walls of my house. അതിനുശേഷം ഞാൻ വീണ്ടും എഴുതി, but I can travel in my imaginations. No matter that I lost the power to dream in my sleeps. കാരണം എനിക്ക് ഉറക്കം കിട്ടാറില്ല. I still can daydream in my sleepless nights. We may not recover from my injuries and unpleasant memories, but we can ask God for the power to go through it. വേദനയിലൂടെ സഞ്ചരിക്കാനുള്ള ശക്തി തരണേ ഈശ്വര ഭഗവാനേ. And to forget our unforgettable painful memories, sometimes tattooed in the heart. ഇതെന്താണ് അർത്ഥമെന്ന് എനിക്ക് ഇപ്പോൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നില്ല. എന്തു തന്നെയായാലും ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യും. ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്ത് മനസ്സിലായെന്ന് എനിക്ക് കമന്റ് ചെയ്യുക. എനിക്ക് കിട്ടുന്ന ഏറ്റവും നല്ല കമന്റിന് ഞാൻ പിൻ ചെയ്യുന്നതായിരിക്കും. ആ പിൻ ചെയ്യുന്ന ആൾക്ക് ഞാൻ ഫ്രീ ആയി 14 GB ഒരു പെൻ ഡ്രൈവ് ഫ്രീ ആയി തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. കമന്റ് ചെയ്യുന്ന ആള് കേരളത്തിൽ ഉണ്ടാവണം എന്നുള്ള നിർബന്ധം മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. വിദേശ രാജ്യങ്ങളിലേക്ക് കൊറിയർ അയക്കാനുള്ള പൈസ എൻ്റെ ഇല്ലാത്തത് കൊണ്ടാണ്. മറ്റൊന്നും വിചാരിക്കരുത്. അതുകൊണ്ട് കമന്റ് ചെയ്യാൻ മറക്കണ്ട. എന്നാ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്തുക, ഓൾ എന്ന് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്താൽ എല്ലാ ആഴ്ചയിലും നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ഞാൻ വന്ന് മണിയടിച്ചുകൊണ്ടേയിരിക്കാം. ഓക്കെ, ബൈ ബൈ.